1945 അമേരിക്കയിലെ അർക്കൻസാസിലെ ന്യൂപോർക്ക് എന്ന ഉറക്കം തൂങ്ങിയ പട്ടണത്തിലേക്ക്. പട്ടാള യൂണിഫോമിന്റെ ഓർമ്മകൾ മനസ്സിലുണ്ടെങ്കിലും കണ്ണുകളിൽ കച്ചവടത്തിന്റെ തീക്ഷ്ണതയുമായി ഒരു ചെറുപ്പക്കാരൻ കടന്നു വന്നു. സാം വാൾട്ടൺ എന്നായിരുന്നു അവന്റെ പേര്. അവനൊരു ഇന്ദ്രജാലക്കാരനെ പോലെയായിരുന്നു. അവൻ തൊട്ടതെല്ലാം പൊന്നായി മാറി. വെറും 5 വർഷം കൊണ്ട് ആ പട്ടണത്തിലെ ഏറ്റവും വലിയ വിജയഗാഥ അവൻ്റെതായി. അവന്റെ കടയിൽ ആളുകൾ തിങ്ങിക്കൂടി. അവന്റെ പേര് നാടെങ്ങും അറിയപ്പെട്ടു. എന്നാൽ ആ വിജയതിളക്കത്തിൽ നിൽക്കുമ്പോൾ വിധി തനിക്കായി ഒരു കെണിയൊരുക്കുന്നത് ആ യുവാവ് അറിഞ്ഞിരുന്നില്ല. 1-ാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്കയെ പിടിച്ചുകുലുക്കിയ സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്ത് 1918 ഒരു സാധാരണ കർഷക കുടുംബത്തിലായിരുന്നു സാം വാൾട്ടന്റെ ജനനം. ഇല്ലായ്മകൾക്കിടയിലും പരാതിപ്പെടാനോ തോൽവി സമ്മതിക്കാനോ അവൻ തയ്യാറായിരുന്നില്ല. അതിരാവിലെ പശുവിനെ കറന്ന് പാൽ വിറ്റും പാത്രങ്ങൾ വീടുകളിലെത്തിച്ചും അവൻ കുടുംബത്തിന് താങ്ങായി. ഓരോ ഉപഭോക്താവിന്റെയും സംതൃപ്തിയും ഓരോ നാണയത്തുട്ടിന്റെയും മൂല്യവും അവൻ പഠിച്ചത് ജീവിതമെന്ന വലിയ പാഠശാലയിൽ നിന്നായിരുന്നു. വിദ്യാഭ്യാസ കാലത്തും അവന്റെ നേതൃപടവം തെളിഞ്ഞു നിന്നു. സഹപാഠികൾക്കിടയിൽ നേതാവായും പഠനത്തിൽ മിടുക്കനായും അവൻ പേരെടുത്തു. 2-ാം ലോക മഹായുദ്ധത്തിൽ രാജ്യത്തെ സേവിച്ച ശേഷമാണ് സ്വന്തമായ ഒരു സംരംഭം എന്ന സ്വപ്നത്തിന് ചിറകു നൽകാൻ അവൻ ന്യൂപോർട്ടിലെത്തിയത്. സൈനിക സേവനം കഴിഞ്ഞ് തന്റെ 26-ാം വയസ്സിൽ അദ്ദേഹം ആ വലിയ തീരുമാനമെടുത്തു. സ്വന്തം സമ്പാദ്യമായ $5000 ഭാര്യ പിതാവിൽ നിന്ന് കടം വാങ്ങിയ $20,000 ചേർത്താണ് ബെൻ ഫ്രാങ്ക്ലിൻ വെറൈറ്റി സ്റ്റോർ എന്ന ഒരു ചെറിയ കട അദ്ദേഹം തുടങ്ങിയത്. അത് ചരിത്രത്തിലേക്കുള്ള അദ്ദേഹത്തിന്റെ ആദ്യത്തെ ചവിട്ടുപടിയായിരുന്നു. അദ്ദേഹത്തിന്റെ വിജയത്തിന് പിന്നിൽ കഠിനാധ്വാനം മാത്രമല്ല, ചില കച്ചവട തന്ത്രങ്ങളും ഉണ്ടായിരുന്നു. മറ്റുള്ളവർ കട അടയ്ക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കട തുറന്നിരുന്നു. സാധനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വില നൽകി അദ്ദേഹം സാധാരണക്കാരെ ആകർഷിച്ചു. കടയുടെ മുന്നിൽ ഒരു ഐസ്ക്രീം മെഷീൻ വെച്ച് കുട്ടികളുടെയും കുടുംബങ്ങളുടെയും മനം കവർന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ കട ആ പ്രവിശ്യയിലെ ഏറ്റവും ലാഭമുള്ള ഒന്നായി മാറി. അപ്പോഴാണ് വിധി ആ കളി കളിച്ചത്. അദ്ദേഹത്തിന്റെ വിജയത്തിൽ കണ്ണുവെച്ച കെട്ടിടയുടമ പാട്ടക്കരാർ പുതുക്കാൻ വിസമ്മതിച്ചു. തന്റെ മകനു വേണ്ടി ആ ബിസിനസ് തട്ടിയെടുക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. 5 വർഷത്തെ തന്റെ അധ്വാനവും സ്വപ്നങ്ങളും കൺമുന്നിൽ തകർന്നടിയുന്നത് ആ യുവാവിനെ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നു. ആരും തളർന്നു പോകുന്ന ആ പ്രതിസന്ധിയിൽ സാം വാൾട്ടൺ പക്ഷേ തളർന്നില്ല. ആ വീഴ്ചയിൽ അദ്ദേഹം ഏറ്റവും വലിയൊരു പാഠം പഠിച്ചു. ഒരിക്കലും ഒരാളുടെ ഔദാര്യത്തിൽ സ്വന്തം സ്വപ്നങ്ങൾ പടുത്തുയർത്തരുത്. ആ തിരിച്ചടി അദ്ദേഹത്തിന് പുതിയൊരു തുടക്കത്തിനുള്ള ഊർജം നൽകി. അർക്കൻസാസിലെ തന്നെ ബെൻഡൺവിൽ എന്ന മറ്റൊരു ചെറിയ പട്ടണത്തിൽ അദ്ദേഹം തന്റെ ജീവിതം പറിച്ചു നട്ടു. അവിടെ വാൾട്ടൺസ് 5 ആഡം ടൈം എന്ന പേരിൽ പുതിയ ഒരു കട തുടങ്ങി. പഴയ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ അദ്ദേഹം അവിടെ പ്രയോഗിച്ചു. അവിടെ അദ്ദേഹം തന്റെ വിജയത്തിന്റെ അടിസ്ഥാന ശിലകൾ പാകി. ഉപഭോക്താവാണ് രാജാവ് എന്ന തത്വം അദ്ദേഹം മനസ്സിലാക്കി. ഉപഭോക്താക്കൾക്ക് സാധ്യമായ ഏറ്റവും കുറഞ്ഞ വിലയും മികച്ച സേവനവും അദ്ദേഹം ഉറപ്പുവരുത്തി. കൂടാതെ ജീവനക്കാരെ ബിസിനസ് പങ്കാളിയായി കണ്ടു. അവരെ വെറും തൊഴിലാളികളായി കാണാതെ വളർച്ചയിലെ പങ്കാളിയാക്കി ലാഭവിഹിതം നൽകി. ഉയർച്ചയിലേക്ക് കുതിക്കുമ്പോഴും അദ്ദേഹം ലളിതമായ ജീവിതം നയിച്ചു. കോടീശ്വരനായിട്ടും പഴയ പികപ്പ് ട്രാക്കിൽ യാത്ര ചെയ്യാനും സാധാരണക്കാരനായി ജീവിക്കാനും അദ്ദേഹം മടിച്ചില്ല. ഉയർച്ചയിലേക്ക് കുതിക്കുമ്പോഴും അദ്ദേഹം ലളിതമായ ജീവിതം നയിച്ചു. കോടീശ്വരനായിട്ടും പഴയ പിക്കപ്പ് ട്രക്കിൽ യാത്ര ചെയ്യാനും സാധാരണക്കാരനായി ജീവിക്കാനും അദ്ദേഹം മടിച്ചില്ല. ഈ ബിസിനസ് തത്വങ്ങളിൽ നിന്നാണ് 1962 ലോക റീറ്റെയിൽ ഭൂപടം മാറ്റിവരച്ച ആ വിപ്ലവം പിറന്നത്. ആദ്യത്തെ വാൾമാർട്ട് അതൊരു തുടക്കം മാത്രമായിരുന്നു. ഓരോ സ്റ്റോറും വിജയമായപ്പോൾ അദ്ദേഹം തന്റെ സാമ്രാജ്യം വികസിപ്പിച്ചു. ഒരു ചെറിയ പട്ടണത്തിലെ കടയിൽ നിന്ന് തുടങ്ങി ലോകമെമ്പാടും പടർന്നു പന്തലിച്ച ഒരു വൻമരമായി വാൾമാർട്ട് മാറി. 1992 ഏപ്രിൽ 5 ക്യാൻസറിന് കീഴടങ്ങി സാം വാൾട്ടൺ ഈ ലോകത്തോട് വിട പറയുമ്പോൾ വാൾമാർട്ട് 1735 സ്റ്റോറുകളിലായി 3,80,000 ജീവനക്കാരുള്ള ഒരു പടുകൂറ്റൻ പ്രസ്ഥാനമായി വളർന്നിരുന്നു.
സാം വാൾട്ടന്റെ ജീവിതം നമ്മോട് പറയുന്നതും ഒരൊറ്റ കാര്യമാണ്: വിജയത്തിന് പാരമ്പര്യമോ കുടുംബ മഹിമയോ സാമ്പത്തിക ഭദ്രതയോ ഒരു അളവുകോലല്ല. കഠിനാധ്വാനം ചെയ്യാനുള്ള മനസ്സും സഹജീവികളെ ബഹുമാനിക്കാനുള്ള കാഴ്ചപ്പാടും പരാജയങ്ങളിൽ തളരാത്ത നിശ്ചയദാർഢ്യമുണ്ടെങ്കിൽ ആർക്കും തങ്ങളുടെ സ്വപ്നം ആകാശത്തോളം ഉയരത്തിലെത്തിക്കാം. അദ്ദേഹം തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് നൽകിയ സന്ദേശം ഇതാണ്: നിങ്ങൾ എവിടെ നിന്ന് വരുന്നു എന്നതിലോ നിങ്ങളുടെ കയ്യിൽ എത്ര പണമുണ്ടെന്നതിലോ കാര്യമല്ല, നിങ്ങളുടെ സ്വപ്നങ്ങളുടെ വലുപ്പത്തിലാണ് കാര്യം. പരാജയങ്ങൾ അവസാനമല്ല, വിജയത്തിലേക്കുള്ള വഴി കാട്ടികളാണ്. ഓരോ തിരിച്ചടിയും നിങ്ങളെ കൂടുതൽ ശക്തനാക്കാനുള്ള പാഠമാണ്. നിങ്ങളുടെ ഉപഭോക്താക്കളെ സ്നേഹിക്കുക, നിങ്ങളുടെ സഹപ്രവർത്തകരെ ബഹുമാനിക്കുക, ഒപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ 100% ആത്മാർത്ഥത പുലർത്തുക. എങ്കിൽ ഒരു കൊടുങ്കാറ്റിനും നിങ്ങളുടെ സ്വപ്നങ്ങളെ തകർക്കാനാവില്ല. ഒരു ഇന്ദ്രജാലക്കാരനെ പോലെ വന്ന് സ്വന്തം അധ്വാനം കൊണ്ട് ഒരു സാമ്രാജ്യം കെട്ടിപ്പടുത്ത ആ മനുഷ്യന്റെ കഥ ഇന്നും ആയിരക്കണക്കിന് സംരംഭകർക്ക് വഴികാട്ടിയും പ്രചോദനവുമാണ്.